ഇടുക്കിയിലേക്കാണ്. അവിടെ രാഹുൽ വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. ഇടുക്കിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് താഴുന്നു എന്നത് ആശങ്കാജനകമായ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് കാരണം വൈദ്യുതി ഉപഭോഗം ഗണ്യമായി കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉൽപ്പാദനം വളരെ അത് പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടമുണ്ടായാൽ സ്വാഭാവികമായും അത് വലിയ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നയിക്കും. ഈ സാഹചര്യത്തിലാണ് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. രാഹുൽ, ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് താഴുന്ന സ്ഥിതി ഉണ്ടായാൽ, അത് കുറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ തന്നെ വളരെ കുറച്ചാണ്, സംഭരണ ശേഷിയുടെ തോത് വളരെ കുറവായി, അതിലെ ജലനിരപ്പ് വളരെ കുറഞ്ഞു വരുന്നു. ഇതൊരു ആശങ്കാജനകമായ സ്ഥിതിവിശേഷത്തിലേക്ക് നയിക്കുന്നുണ്ടോ കാര്യങ്ങളെ? കാരണം വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവെക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ? ഇതിനോടകം തന്നെ വൈദ്യുതി മന്ത്രി വളരെ സൂക്ഷിച്ചു വേണം വൈദ്യുതി ഉപയോഗം നടത്താൻ എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരു വഴിയുമില്ലെങ്കിൽ ചിലപ്പോൾ പവർ കട്ടിലേക്ക് പോകേണ്ടി വരും. കനത്ത വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന നാളുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. രാഹുൽ, പ്രധാനമായും പറയാനുള്ളത്, വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ഇടുക്കി അണക്കെട്ടിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരം വിവരങ്ങളാണ് KSEB അധികൃതർ നമുക്ക് നൽകുകയും ചെയ്യുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുതി പദ്ധതി. അവിടെ ഇടുക്കി അണക്കെട്ടിൽ ഇപ്പോഴത്തെ ജലനിരപ്പ് എന്ന് പറയുന്നത് സംഭരണശേഷിയുടെ 33% മാത്രമേ ഉള്ളൂ. അതായത് 2333 അടി മാത്രമാണ് വെള്ളമുള്ളത്. അത് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിവരം നമ്മൾ പങ്കുവെക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ ഇന്ന് അല്പസമയത്തിനകം പുറത്തുവിടുന്ന കണക്കിൽ അതിൽ കുറച്ചുകൂടി കുറയാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അത് ആശങ്കപ്പെടുത്തുന്ന കണക്ക് തന്നെയാണ്. KSEBയുടെ കണക്കനുസരിച്ച് 10 ദശലക്ഷം യൂണിറ്റ് ദിവസേന ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം 30 ദിവസത്തേക്ക് ഉള്ള വെള്ളം മാത്രമേ നിലവിലുള്ളൂ. 30 ദിവസം 10 ദശലക്ഷം യൂണിറ്റ് വീതം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് വലിയ പ്രതിസന്ധി ഉണ്ടാകും. 2280 അടിക്ക് താഴെ ജലനിരപ്പ് പോയി കഴിഞ്ഞാൽ മൂലമറ്റം പവർ ഹൌസ് ഷട്ട് ഡൌൺ ചെയ്യേണ്ട അവസ്ഥ വരും. കാരണം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വെള്ളം മൂലമറ്റം പവർ ഹൌസിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. പെൻസ്റ്റോക്ക് പൈപ്പ് ലെവൽ ചെയ്തിരിക്കുന്നത് 2280 അടിയിലാണ്. അതിന്റെ താഴേക്ക് ജലനിരപ്പ് പോകാനുള്ള സാധ്യത ഈ ഘട്ടത്തിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു രീതി തുടരുകയാണെങ്കിൽ വേനൽ മഴ പെയ്താൽ ഒരുപക്ഷെ അതിലൊരു മാറ്റം വന്നേക്കാം. കഴിഞ്ഞ തവണ പക്ഷേ ഇങ്ങനെയല്ലായിരുന്നു സാഹചര്യം. കഴിഞ്ഞ തവണ വേനൽ മഴ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഇതേ സമയം സംഭരണശേഷിയുടെ 43% വെള്ളം അണക്കെട്ടിലുണ്ടായിരുന്നു. അവസാന നിമിഷം വരെ പവർ കട്ടിനെ പറ്റി ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമോ KSEBക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇത്തവണ നേരെ തിരിഞ്ഞു. 10%-ലേറെ വെള്ളത്തിന്റെ കുറവ് ഇപ്പോൾ തന്നെ അണക്കെട്ടിലുണ്ട്. ഇനി ഒരു മാസം മാത്രം. ശരി, അതായത് അതിൽ ഏറ്റവും ആശങ്കാജനകമായ സാഹചര്യം 33% ഇപ്പോൾ ജലനിരപ്പ്. അതായത് ഇടുക്കി അണക്കെട്ടിന്റെ സംഭരണ ശേഷിയുടെ ജലനിരപ്പ് അതിൽ ഇപ്പോൾ 33% ഉള്ളത്. അതായത് 30 ദിവസത്തേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം, അതായത് പ്രതിദിനം 10 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ 30 ദിവസത്തേക്കുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം മാത്രമാണ് ജലസംഭരണിയിലുള്ളത്. അതിലേക്ക് താഴ്ന്നാൽ, അതായത് 2280 അടിക്ക് താഴെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും മൂലമറ്റം പവർ സ്റ്റേഷന്റെ പ്രവർത്തനം നിലയ്ക്കും. അത് വലിയ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാക്കും. വേനൽ മഴ ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഗുരുതരമായ പ്രതിസന്ധിയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നതാണ് രാഹുൽ വിജയൻ നൽകുന്ന വിവരങ്ങൾ. ഇടുക്കിയിൽ നിന്ന് നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.